ഹേ ഗൈസ്, സോ ഇന്നത്തെ പരിപാടി എന്താ പറഞ്ഞാൽ നല്ല ചീസി ആയിട്ട് ബർഗർ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആകെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. കാണുമ്പോൾ നമ്മൾ പുറത്തുണ്ടാക്കുന്ന കുറച്ച് ബർഗർ അല്ലെങ്കിൽ പോലും ടേസ്റ്റ് അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊരു പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് 2 സവാള സ്ലൈസ് ആക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 2 സവാള ഒക്കെ എടുക്കാൻ കാരണം നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് വേണം ഇതെടുക്കാൻ. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അതെല്ലാം പാത്രത്തോട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒരു പിങ്കിഷ് കളർ വരുമ്പോൾ അതിലോട്ട് കുറച്ച് സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ള 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ല രീതിക്ക് കുക്കായി വന്നതിന് ശേഷം അതിലോട്ട് 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ല രീതിക്ക് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അതിലോട്ട് 2 ടീസ്പൂൺ മുളകും പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം അതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ആ ടൈമിൽ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ എടുക്കാം. ബോൺ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അതൊന്ന് കുക്കാക്കിയതിന് ശേഷം ബോൺ കളയാവുന്നതാണ്. അപ്പോൾ ഒരു കുക്കറിലോട്ട് നമ്മൾ എത്ര പീസാണ് ചിക്കൻ എടുക്കുന്നത് അത് അതിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എത്ര പീസാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിന് 3 വിസിലടിച്ചതിന് ശേഷം നമ്മൾ ചിക്കന് ഇതേപോലെ തന്നെ പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പീസാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചെറിയൊരു ജാറിലോട്ട് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഓവറാവരുത്, ഓവറായി കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ ആവും. ഇതേ ഒരു പരുവത്തിൽ വേണം നമുക്ക് ചിക്കനെ കിട്ടാൻ. നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ആ നേരത്തെ ഉണ്ടാക്കിയതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിനെ കുക്ക് ചെയ്തെടുക്കാനുള്ളൊരു പാൻ വേണം. അപ്പോൾ നമുക്ക് ബർഗർ ഫില്ല് ചെയ്യാനുള്ള ബണ്ണെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ മേക്ക് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിൽക്കി മിസ്റ്റ് ചീസാണ്, സ്ലൈസ് ആയിട്ടുള്ള ചീസാണ്. അതേപോലെ തന്നെ കുറച്ച് മൊസറല്ല ചീസും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാതും കൂടി ഫില്ലാക്കിയിട്ട് നമ്മൾ നേരത്തെ ചൂടാക്കിയ പാനിലോട്ട് ഇത് കൊണ്ടുപോയി വെക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈയിൽ വെക്കുമ്പോൾ അതിൻ്റെ അടി കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചീസ് നല്ല രീതിക്ക് മെൽറ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ മൂടി കൊണ്ട് ഇതിനെ അമർത്തി വെച്ച് കൊടുത്താൽ മതി. സോ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഓവണൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് എങ്ങനെയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. മാത്രമല്ല ചീസ് നല്ല രീതിക്ക് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച കാരണം അടി കരിഞ്ഞിട്ടുമില്ല. മൊസറല്ല ചീസ് നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് വലിഞ്ഞു വരുന്നതാണ്. ഞങ്ങളിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം.